കാസർഗോഡ് കൂളിക്കുന്നിൽ ആഡംബരത്തോടെയായിരുന്നു ജിന്നുമ്മ എന്ന ഷമീനയുടെ ജീവിതം. സാധാരണക്കാർ താമസിക്കുന്ന പ്രദേശത്തെ ഇവരുടെ പ്രവൃത്തികൾ നാട്ടുകാർക്ക് പോലും അജ്ഞാതമായിരുന്നു. തികച്ചും ഗ്രാമീണ അന്തരീക്ഷമാണ് കുളിക്കുന്നിന്. സാധാരണക്കാർ താമസിക്കുന്ന പ്രദേശം. ഷമീന ജനിച്ചു വളർന്നത് ഇവിടെയാണ്. പാവപ്പെട്ട കുടുംബ പശ്ചാത്തലമായിരുന്നുവെങ്കിലും സാമ്പത്തിക ഉയർച്ച നേടിയത് വളരെ വേഗത്തിലാണ്. ഷമീന ജിന്നുമ്മയായി മാറി മന്ത്രവാദവും ആഭിചാരവും ചെയ്യാൻ തുടങ്ങിയതോടെയാണ് പണം വേഗത്തിലെത്താൻ തുടങ്ങിയത്. നാട്ടിൽ തന്നെ ആഡംബര വീടുണ്ടാക്കി. 2 കാറുകൾ, വീടിന് ഉയരമേറിയ മതിലുകൾ. കപടന്മാരുടെ ഇസ്ലാമിക് ജ്യോതിഷം ഇസ്ലാമിലില്ല. അവരെന്താ ഒപ്പിച്ചേ? ഇസ്ലാമിക് ജ്യോതിഷം, അറബിക് ജ്യോതിഷം അല്ലേ? കള്ള് ഹറാമാ, ഹലാൽ ബിയർ ആണെങ്കിലോ ഹലാല് കള്ളിറങ്ങുമല്ലേ? കള്ളുകുപ്പികൾ നിരത്തി വെച്ചിരിക്കുന്ന എന്താ ഇപ്പോ? എത്രയോ നാടുകളിൽ ബാറുകളാണ്, വൈൻ ഷോപ്പുകളാണ്. അതിന്റെ മുമ്പിലും ഹലാൽ സ്റ്റിക്കർ ഉണ്ടാവും. We serve only halal chickens. കള്ളിനോടൊപ്പം കടിക്കാനുള്ള ചിക്കൻ പോലും ഹലാലാകണമെന്ന് വാശി പിടിക്കുന്ന ആളുകളുണ്ടെങ്കിലോ ചിലപ്പോ ടച്ചിങ്സിന് കൂടെ ഉള്ളത് ബിസ്മി ചൊല്ലി അർത്ഥ കോഴിയായിരിക്കണം. അങ്ങനെ വാശിയുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിലോ ഹലാല് കള്ളും ഹലാല് ബിയറും ഒക്കെ ഇറങ്ങിയ കാലഘട്ടത്തിൽ ഹലാൽ ജ്യോതിഷം, ഇസ്ലാമിക് ജ്യോതിഷം എന്ത് ഏർപ്പാടാത്? അറബിക് ജ്യോതിഷം. എന്നിട്ട് ഉമ്മത്തിനെ പറ്റിക്കുക. നാം തിരിച്ചറിയേണ്ടത് ഇസ്ലാം അനുവദിച്ച, അനുവദിച്ച ഒരു മന്ത്രിക്കലുണ്ട്. ഒരാൾക്കൊരു രോഗം വന്നു, ശ്വാസം മുട്ട്, ബുദ്ധിമുട്ട് വന്നു, പ്രയാസങ്ങൾ വന്നു, പള്ളിയിൽ ഉസ്താദിന്റെ അടുക്കൽ പോയി, അല്ലെങ്കിൽ ഒരു തങ്ങളുടെ അടുക്കൽ പോയി, അല്ലെങ്കിൽ അറിവുള്ളവരുടെ അടുക്കലേക്ക് പോയി. അവർ നമ്മെ പിടിച്ചിരുത്തി വിശുദ്ധ ഖുർആൻ ഓതി ഊതി തന്നു, അത് തെറ്റല്ല. വെള്ളത്തിൽ നമുക്ക് ഓതി ഊതി തന്നു, അത് തെറ്റല്ല. എന്തെങ്കിലും ദുആക്കൾ പതിവാക്കാൻ പറഞ്ഞു, അത് തെറ്റല്ല. ആരുടെയെങ്കിലും ശരീരത്തിൽ ജിന്നുബാധയുണ്ടായി, ജിന്നുബാധയൊക്കെ ഉണ്ടാവോ? ഉണ്ടാവും. ഹദീസ് കൊണ്ട് തെളിയിക്കപ്പെട്ടതാ. അതിനെ വ്യക്തമായി അറിയുന്ന ഖുർആൻ കൊണ്ട് ചികിത്സിക്കുന്ന പണ്ഡിതന്മാരുടെ അടുക്കലേക്ക് പോയി, അത് തെറ്റല്ല. കണ്ണേറുണ്ടായി, കണ്ണേറിന്റെ പേരുള്ള ചികിത്സ, അതൊന്നും അല്ല നമ്മുടെ ചർച്ച. മറിച്ച് സമുദായത്തെ പറ്റിക്കുന്നവർ, കബഡി നിരത്തുക, കണക്ക് നോക്കുക, കളം വരച്ചിട്ട് ഇങ്ങനെ ഭാവി പ്രവചിക്കുക. അതങ്ങനാണ്, ഇങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് സഹാബാക്കളോട് ഒരിക്കൽ പറഞ്ഞു, ലാ തഅതു കാഹിന, നിങ്ങൾ ആരും ഇങ്ങനെയുള്ളവന്മാരുടെ അടുത്ത് പോവരുത്. സഹോദരിമാര് പ്രത്യേകിച്ച് കേട്ടോളി, ഈ പാവങ്ങളാ വീണു പോകുന്നത്. നിങ്ങൾ ആരും ഇങ്ങനെയുള്ള കപടന്മാരുടെ അടുക്കൽ പോകരുത്. സഹാബാക്കൾ പറഞ്ഞു, നബിയെ അവര് പറയുന്നതൊക്കെ ശരിയാണല്ലോ നബി, നമ്മുടെയൊക്കെ അനുഭവം അതാണല്ലോ. അച്ചിട്ട പോലെ പുള്ളി അന്നേ പറഞ്ഞ ആ കല്യാണം നടത്തണ്ട അല്ലേ? പുള്ളി അന്നേ പറഞ്ഞ ആ കടയിൽ കച്ചവടം നടക്കൂല. എന്താണല്ലോ, അനുഭവമാണല്ലോ നമ്മുടെ വെളിച്ചം. അപ്പോ സഹാബത്ത് പറഞ്ഞു, നബിയെ അത് അവര് പറയുന്ന ഉള്ളയാണല്ലോ. റസൂലുള്ളാഹി തങ്ങൾ സഹാബാക്കളോട് ചോദിച്ചു, 2-3 ഹദീസുകൾ ഒന്നിച്ച് ഞാൻ പറയാ. സഹാബത്തിനോട് ചോദിച്ചു, ആകാശത്തിൽ കൊല്ലിയാൻ എറിയുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നക്ഷത്രം എറിയുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? സഹാബാക്കൾ പറഞ്ഞു, കണ്ടിട്ടുണ്ട് നബിയെ. അങ്ങനെ കണ്ടാൽ നിങ്ങൾ എന്താ അതിനെപ്പറ്റി വിചാരിക്കുന്നത്? ഞങ്ങളുടെ ജാഹിലിയ കാലഘട്ടത്തിൽ ഞങ്ങൾ പറയുന്നത്, ഏതോ ഒരു വലിയ മഹാൻ എവിടെയോ ജനിച്ചു, ഏതോ ഒരു വലിയ മഹാൻ എവിടെയോ മരിച്ചു, അതുകൊണ്ടാണ് ഈ കൊല്ലിയാൻ എറിഞ്ഞത്. റസൂലുള്ള പറഞ്ഞു, അല്ല, ഒരു മഹാൻ ജനിച്ചതുകൊണ്ടോ മരിച്ചതുകൊണ്ടോ ഒന്നും അല്ല, അത് ശൈത്താനെ മലക്കുകൾ എറിഞ്ഞൂട്ടിക്കുന്നതാ. കാരണം അല്ലാഹു തആല അവന്റെ അർശിലിരുന്നു കൊണ്ട് കാര്യങ്ങൾ തീരുമാനിക്കും. ഈ കാര്യങ്ങൾ തീരുമാനിക്കുമ്പോൾ അർശ് ചുമക്കുന്ന മലക്കുകൾ, സ്വഹീഹായ ഹദീസാണിത്, അർശ് ചുമക്കുന്ന മലക്കുകൾ തസ്ബീഹ് ചൊല്ലും. ഇത് കേട്ടിട്ട് അതിന് താഴെയുള്ള മലക്കുകൾ ചൊല്ലും, ആകാശത്തുള്ള മലക്കുകൾ ചൊല്ലും. അത് കേട്ട് ഭൂമിയിലുള്ള മലക്കുകളും ചൊല്ലും. എന്നിട്ട് ഭൂമിയിലുള്ള മലക്ക് ആകാശത്തുള്ള മലക്കുകളോട് ചോദിക്കും, എന്തിനാ തസ്ബീഹ് ചൊല്ലിയത്? ആ മലക്കുകൾ മുകളിലേക്ക് ചോദിക്കും. ഈ ചോദ്യം അർശ് ചുമക്കുന്ന മലക്കിന്റെ അടുക്കലെത്തും. അപ്പൊ അവര് പറയും, ഇന്ന കുടുംബത്തില് ഇന്ന പയ്യന്റെ കല്യാണം, ആ കല്യാണം നടക്കും, പക്ഷേ ആ കല്യാണം 6 മാസം കഴിയുമ്പോൾ ഒഴിഞ്ഞു പോകും. അതാണ് തീരുമാനിച്ചത്. ഇത് താഴെയുള്ള മലക്കിനോട് പറയും, ഇത് അടുത്ത മലക്കിനോട് പറയും. ഇങ്ങനെ മലക്കുകൾ വഴി ഇത് ചർച്ച ചെയ്യുമ്പോൾ
മറ്റേ പുള്ളിക്കാരനുണ്ടല്ലോ ഇബിലീസ്, അയാൾ അവിടെ പോയി നിന്ന് ഇതിങ്ങനെ കേൾക്കും. മാരെന്താടാ ഈ ചർച്ച ചെയ്യുന്നതോ, ആ കല്യാണം അതങ്ങനാണല്ലേ. മലക്കുകൾ ഇബിലീസിനെ ഓടിക്കും, എറിഞ്ഞോടിക്കും. റസൂലുള്ള പറയുന്നു, ആ ഇബിലീസ് നേരെ ഈ ഉസ്താദിന്റെ അടുക്കൽ, വെറുതെ ഈ കബഡി നിരത്തി ഇരിക്കുന്ന സാധനങ്ങളുടെ അടുക്കൽ വരും. എന്നിട്ട് പറഞ്ഞു കൊടുക്കും, മറ്റേ കുടുംബത്തിൽ ആ പയ്യന്റെ കല്യാണം ഏതാണ്, അതെങ്ങനെയാ പ്രശ്നം. റസൂലുള്ള പറഞ്ഞു, ഇവര് കുറച്ച് കേൾക്കും, എന്നിട്ട് എന്ത് ചെയ്യുന്നറിയോ, ഇവരുടെ അതോടൊപ്പം ഒരു 100 കള്ളവും കൂടി ഇവര് ചേർക്കും, എങ്കിലല്ലേ കാര്യമുള്ളൂ. ഇവരൊരു 100 കള്ളം നമ്മളോടൊപ്പം ചേർക്കും. എന്നിട്ട് നമ്മുടെ മുമ്പിൽ ഇങ്ങനെ പറയും, വലിയ പ്രശ്നമാണ്, അത് വലിയ കുഴപ്പമാണ്, ഒരു 1,00,000 രൂപ നമുക്ക് പരിഹരിച്ചു തരാം. പറ്റിക്കലാണ് സമുദായത്തെ, സമൂഹത്തെ പറ്റിക്കുകയാണിത്. റസൂലുള്ള വ്യക്തമായി അതിന്റെ പൊരുൾ മനസ്സിലാക്കി തന്നു. ഞാൻ ഓർമ്മിപ്പിക്കട്ടെ, അപ്പോഴും ഇസ്ലാം അനുവദിച്ച മന്ത്രവാദത്തെയും മന്ത്രിച്ചൂതലിനെയും അല്ല നമ്മൾ എതിർക്കുന്നത്. ആത്മീയ ചൂഷകന്മാർ സമൂഹം എവിടെ എത്തി അല്ലേ? കുറെ നാളു മുമ്പ് നമ്മൾ കണ്ടില്ലേ, നെജുമ എന്ന് പേരുള്ള ഒരു ജിന്നുമ്മ, ഒരു പാവം പെൺകുട്ടി, അവളുടെ വിവാഹം കഴിഞ്ഞു, ഒരു കുട്ടിയുണ്ട്, ഭർത്താവ് അവളെ ഉപേക്ഷിച്ചിട്ട് പോയി, അവളുടെ 2ാമത്തെ കല്യാണം ആലോചന നടക്കുന്നു. പക്ഷേ പറ്റിയ വരന്മാരൊന്നും വരുന്നില്ല, കല്യാണം നടക്കുന്നില്ല. പ്രശ്നം ഈ ജിന്നുമ്മ എന്ന ഈ സാധനത്തിന്റെ അടുക്കലെത്തി. അവര് പറഞ്ഞു, നമ്മൾ പരിഹരിച്ചു തരാം. എന്നിട്ട് ഇങ്ങനെ ഹോമം നടത്തുക. ഈ പെൺകുട്ടിയെ ഒരു കസേരയിൽ ഇരുത്തി അവളുടെ മുമ്പിലെ അഗ്നിഹോമം ഒരുക്കിയിട്ട് ഹോമം നടത്തുക. എന്നിട്ട് ഒരു പാത്രത്തിൽ പെട്രോൾ എടുത്ത് കത്തിക്കൊണ്ടിരിക്കുന്ന തീയിലേക്ക് ഈ ജിന്നുമ്മ ഒഴിക്കുകയാണ്. കത്തിക്കൊണ്ടിരിക്കുന്ന തീയിലേക്ക് പെട്രോൾ ഒഴിച്ചു. പെട്രോള് തീ ആളിപ്പടർന്നു. കസേലയിരിക്കുന്ന പെൺകുട്ടിയുടെ ശരീരത്തിൽ തീ പിടിച്ചു. അങ്ങനെ ശരീരം മുഴുവൻ വെന്ത് ആ പെൺകുട്ടി മരണപ്പെട്ടു പോയി. ചിന്തിക്കണം, മറഞ്ഞ കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ച് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വന്ന ജിന്നുമ്മാണ് തന്റെ മുമ്പിൽ കത്തിക്കൊണ്ടിരിക്കുന്ന തീയിലേക്ക് പെട്രോൾ ഒഴിച്ചാൽ ആ തീ ആളിക്കത്തുമെന്നുള്ള സാമാന്യ പരിജ്ഞാനം പോലും അവർക്കില്ല. നമ്മൾ ചിന്തിച്ചോ അത്? അതിലുമൊക്കെ വലിയ രസം എന്താണെന്നറിയോ, ഈ പ്രശ്നവുമായി വന്ന 2ാമത് വിവാഹം നടക്കുന്നില്ല എന്ന് പറയുന്ന പെൺകുട്ടിക്ക് 32 വയസ്സേ ഉള്ളൂ. അവർ ഒരു കല്യാണം കഴിച്ചു, അതിലൊരു കുട്ടിയുണ്ട്, 2ാമത് നടക്കുന്നില്ല, 32 വയസ്സായി. അതാ പ്രശ്നം. ഈ പ്രശ്നം പരിഹരിക്കാൻ പോകുന്ന ജിന്നുമ്മ 45 വയസ്സുണ്ട്, അവരെ കല്യാണം ഇന്ന് വരെ നടന്നിട്ടില്ല. 45 വയസ്സായിട്ടും അവരുടെ കല്യാണം നടന്നിട്ടില്ല. അവരാണ് 32 വയസ്സുള്ള പെണ്ണിന്റെ 2ാമത്തെ കല്യാണം നടത്തി കൊടുക്കാൻ പോകുന്നത്. ഇതൊക്കെ ഉമ്മത്തിനെ വഞ്ചിക്കലാണ്, ഉമ്മത്തിനെ ചതിക്കലാണ്, പലതും പറഞ്ഞ് പറ്റിക്കുകയാണ്. അതുകൊണ്ട് തിരിച്ചറിവുണ്ടാകട്ടെ സഹോദരങ്ങളെ, സഹോദരിമാരെ. ഇങ്ങനെയുള്ള ആത്മീയ ചൂഷകന്മാരുടെ മുമ്പിലേക്ക് പോയി നമ്മുടെ വിശ്വാസത്തെ നമ്മൾ പണയം വെച്ചാൽ 40 ദിവസത്തിലേക്ക് അവരുടെ നിസ്കാരം അള്ളാഹു സ്വീകരിക്കുകയില്ല എന്ന് മുത്തൊളി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നന്മകൾ നശിപ്പിക്കപ്പെടാതിരിക്കാൻ നാം കൈവരിക്കേണ്ടുന്ന 3ാമത്തെ വിശുദ്ധി സാമ്പത്തിക രംഗത്തുള്ള വിശുദ്ധി. സാമ്പത്തിക രംഗത്തുള്ള വിശുദ്ധി, സാമ്പത്തിക രംഗത്ത് വിശുദ്ധി കൈവരിക്കണം. അള്ളാഹുവിന് ഇഷ്ടപ്പെടാത്ത രംഗത്തേക്ക് പോകാൻ പാടില്ല. പടച്ചവന് പൊരുത്തപ്പെടാത്ത മാർഗത്തിലേക്ക് പോകാൻ പാടില്ല. ഹറാമായ മലയിലൂടെ സ്ഥിലയിലൂടെ സമ്പത്തുണ്ടാക്കുന്നവരാണെങ്കിൽ എത്ര വലിയ ഇബാദത്ത് ചെയ്യുന്നവനായാലും, എത്ര വലിയ സൽക്കർമ്മം ചെയ്യുന്നവനായാലും, എത്ര വലിയ നന്മകളുടെ വക്താവാണെന്ന് പറഞ്ഞാലും അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, അത് സ്വീകരിക്കപ്പെടുന്നതല്ല. റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, ഇന്നല്ലാഹ ത്വയ്യിബുൻ ലാ യഖ്ബലു ഇല്ലാ ത്വയ്യിബാ. അല്ലാഹു പരിശുദ്ധനാണ്, പടച്ചതമ്പുരാനും പരിശുദ്ധിയെ ഇഷ്ടപ്പെടുന്നവനാണ്. അതുകൊണ്ട് തന്നെ ലാ യഖ്ബലു ഇല്ലാ ത്വയ്യിബാ, പരിശുദ്ധമായതല്ലാതെ അല്ലാഹു സ്വീകരിക്കുന്നതല്ല. അതുകൊണ്ട് നിങ്ങൾക്ക് വിശുദ്ധി കൈവരിക്കാൻ സാധിക്കണം. റസൂലുള്ള പറയുന്നു, ഇന്നല്ലാഹ അമറ ബിഹിൽ മുഅ്മിനീന ഖബാ അമർ ബിമാ അമറ ബിഹിൽ മുർസലീൻ. അല്ലാഹുവിന്റെ പ്രവാചകന്മാരോട് എന്താണോ കൽപ്പിച്ചത് അത് തന്നെ പടച്ചവൻ മുഅ്മിനീങ്ങളോടും കൽപ്പിക്കുകയാ.
എന്താ പ്രവാചകന്മാരോടുള്ള പടച്ചവന്റെ കൽപ്പന? യാ അയ്യുഹർ റസൂലു കുലൂ മിനത് ത്വയ്യിബാതി വഅമലൂ സ്വാലിഹാ ഇന്നി ബിമാ തഅമലൂന അലീം. ഏ പ്രവാചകന്മാരെ, നിങ്ങൾ പരിശുദ്ധമായതിനെ ഭക്ഷിക്കുക, എന്നിട്ട് നിങ്ങൾ പുണ്യകർമ്മങ്ങൾ ചെയ്യുക. നിങ്ങൾ ചെയ്യുന്നതെല്ലാം ഞാൻ അറിയുന്നതാണ്. അതേ, നമ്മുടെ ഭക്ഷണം പരിശുദ്ധമായിരിക്കണം, ജീവിതത്തിന്റെ ചുറ്റുപാടുകൾ പരിശുദ്ധമായിരിക്കണം, സാമ്പത്തിക രംഗം പരിശുദ്ധമായിരിക്കണം. സാമ്പത്തിക വിശുദ്ധി കൈവരിക്കപ്പെട്ടിട്ടില്ല എങ്കിൽ നമ്മുടെ നന്മകൾ അല്ലാഹുവിന്റെ മുന്നിൽ തള്ളപ്പെട്ടു പോവുകയാ. ഹബീബായ റസൂല് സഹാബത്തിന് കഥ പറഞ്ഞു കൊടുക്കുകയാണ്. റസൂലുള്ള കഥ പറഞ്ഞു കൊടുക്കുകയാ. ثم ذكر الرجل يطيل السفر أشغث أغبر يمد يديه إلى السماء. ഹബീബായ മുത്ത സഹാബത്തിന് പറഞ്ഞു കൊടുക്കുന്നു. സഹാബ, ثم ذكر الرجل, അല്ലാഹുവിന്റെ റസൂൽ ഒരു മനുഷ്യനെ പറ്റി സഹാബത്തിന് പറഞ്ഞു കൊടുക്കുകയാ. വലിയ ആബിദായ മനുഷ്യരാണ്. അല്ലാഹുവിന്റെ ദീനിന്റെ മാർഗ്ഗത്തിൽ വിദൂരങ്ങളിലേക്ക് യാത്ര പോകുന്ന മനുഷ്യരാ. ഒരുപാട് നന്മകൾ കിട്ടുന്നതിന് വേണ്ടി അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ദൂരങ്ങളിലേക്ക് യാത്ര ചെയ്തു പോകുന്ന മനുഷ്യരാ. ഒരു യാത്രക്കാരന്റെ ദുആ അല്ലാഹു സ്വീകരിക്കുന്ന ദുആ അല്ലേ? യാത്രക്കാരന്റെ പ്രാർത്ഥന തള്ളപ്പെടാത്ത പ്രാർത്ഥനയല്ലേ? അങ്ങനെ സ്വീകാര്യയോഗ്യമായ പ്രാർത്ഥനയ്ക്കുടമയായ നിലയിൽ ആ മനുഷ്യൻ ഇങ്ങനെ വിദൂരങ്ങളിലേക്ക് യാത്ര ചെയ്യുകയാ. മാത്രമല്ല, ഹബീബായ മുത്ത് റസൂൽ ആ യാത്രക്കാരന്റെ അവസ്ഥകളെയും പരിചയപ്പെടുത്തുന്നു. അശ്ഗസ അഗ്ബറ, യാത്രയുടെ കാഠിന്യത്തിന്റെ മേൽ അയാളുടെ മുടിയെല്ലാം പൊടി പിടിച്ചിരിക്കുകയാണ്. യാത്രയുടെ കാഠിന്യത്തിന്റെ മേലെ വസ്ത്രമെല്ലാം അഴുക്ക് പുരണ്ടിരിക്കുകയാണ്. അത്രത്തോളം വിദൂരങ്ങളിലേക്ക് യാത്ര ചെയ്യുന്ന, കഷ്ടപ്പെട്ട് യാത്ര ചെയ്യുന്ന, ബുദ്ധിമുട്ട് യാത്ര ചെയ്യുന്ന, ബുദ്ധിമുട്ടുകളുടെ പേരിൽ പ്രാർത്ഥനകൾ സ്വീകാര്യയോഗ്യമാകുന്ന, കഷ്ടപ്പാടുകളുടെ പേരിൽ പ്രാർത്ഥനകൾ സ്വീകാര്യമാകുന്ന, യാത്രികനായതിന്റെ പേരിൽ പ്രാർത്ഥനകൾ സ്വീകാര്യമാകുന്ന ഒരവസ്ഥയിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യരാ റസൂലുള്ള പറയുന്ന. മാത്രമല്ല, ആ മനുഷ്യൻ എത്രയോ നല്ലവനാണ്. യമുദ്ദു യദൈഹി ഇലസ്സമാ, തന്റെ രണ്ട് കൈകളും ആകാശത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചു ആ മനുഷ്യൻ ഇങ്ങനെ വിളിക്കുകയാണ്. യാ റബ്ബ്, യാ റബ്ബ്, യാ റബ്ബ്, പടച്ചവനേ, അല്ലാഹുവേ എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ രണ്ട് കൈകളും അല്ലാഹുവിന്റെ ദർബാറിലേക്ക് ഉയർത്തി ദുആ ചെയ്യുന്ന മനുഷ്യരാ. അത്രത്തോളം കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ട് യാത്ര ചെയ്യുമ്പോഴും അല്ലാഹുവിനോട് ദുആ ചെയ്തുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ, തന്റെ പ്രശ്നങ്ങളെ വിളിച്ചു പറയുന്ന മനുഷ്യൻ. പക്ഷേ റസൂലുള്ള പഠിപ്പിക്കുകയാ, മത്അമുഹു ഹറാം വമശ്റബുഹു ഹറാം വമൽബസുഹു ഹറാം ഫഗുദിയ ബിൽ ഹറാം ഫഅന്നാ യുസ്തജാബു ലഹു. പക്ഷേ എന്ത് ചെയ്യാനാണ്? ഇത്രത്തോളം യാത്ര നടത്തുന്ന മനുഷ്യൻ, സ്വീകാര്യയോഗ്യമായ പ്രാർത്ഥനകൾക്ക് ഉടമയാകേണ്ടുന്ന മനുഷ്യൻ, അല്ലാഹുവിനെ വിളിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യരാണ്. പക്ഷേ റസൂലുള്ള പറയുന്നു, മശ്റബുഹു ഹറാം, അതേ മത്അമുഹു ഹറാം, അവൻ കഴിക്കുന്ന ഭക്ഷണം ഹറാമാ. വമശ്റബുഹു ഹറാം, അവൻ കുടിക്കുന്ന പാനീയം ഹറാമാ. വമൽബസുഹു ഹറാം, അവൻ ധരിച്ചിരിക്കുന്ന വസ്ത്രം ഹറാമാ. വഗുദിയ ബിൽ ഹറാം, അവൻ ഹറാമിലൂടെ വളർന്നു വന്നവനാ. ഫഅന്നാ യുസ്തജാബു ലഹു, പിന്നെ എങ്ങനെ അവന്റെ ദുആ സ്വീകരിക്കാനാ? ഹറാമിന്റെ വസ്ത്രം ധരിച്ചവരുടെ പ്രാർത്ഥനകള്, ഹറാമിന്റെ ഭക്ഷണം കഴിച്ചവരുടെ പ്രാർത്ഥനകള്, ഹറാമിന്റെ പാനീയം കുടിച്ചവരുടെ പ്രാർത്ഥനകള്, പലിശയിൽ ബന്ധപ്പെടുന്നവർ, ലോട്ടറിയിൽ ബന്ധപ്പെടുന്നവർ, ഹറാമിലേക്ക് ബന്ധപ്പെടുന്നവർ, അവരുടെയൊക്കെ പ്രാർത്ഥനകളും സൽക്കർമ്മങ്ങളും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സ്വീകരിക്കുന്നതല്ല. അശ്റഫുൽ ഖൽഖായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ചിന്തിച്ചോളിൻ, തീരുമാനമെടുത്തോളിൻ. ഹറാമുമായി ബന്ധപ്പെടുന്നവർ, സാമ്പത്തിക വിശുദ്ധിയില്ല, പലിശ ഹറാമാണെന്ന് ഏതു കുഞ്ഞിനും അറിയാം. പലിശ ഹറാമാണ്, എല്ലാവർക്കും അറിയാം. പക്ഷേ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല അല്ലേ? പള്ളിയിൽ വരുന്ന ഉസ്താദന്മാരോട് പ്രത്യേകിച്ച് പറയാറുണ്ട്. സാദേ,
പലിശക്കാരെ പറ്റി ഇവിടെ ഒന്നും പറഞ്ഞേക്കരുത് കേട്ടോ. കാരണം പള്ളി ഭരണസമിതിയിലും ഉണ്ടാവും 3-4 അപ്പൊ അങ്ങനെ ഇല്ലല്ലോ. മുസ്ലിം ഉമ്മത്തിന് അങ്ങനൊന്നും ഇല്ലല്ലോ. ഇസ്ലാം പള്ളി പരിപാലിക്കേണ്ടത് ആരെന്ന് പറഞ്ഞു ഖുർആൻ ഒരു നിബന്ധന വെച്ചു. അതൊന്നും നമുക്ക് നോട്ടമില്ല. ഇവിടെ ഇങ്ങനെ കുലമഹിമയും കുടുംബമഹിമയും സാമ്പത്തിക മഹിമയൊക്കെ നോക്കിയെടുക്കുക. അക്കൂട്ടത്തിൽ പലിശക്കാരും കയറുന്നുണ്ടാവും. പള്ളിക്ക് ഗേറ്റിട്ട് തന്നത് പലിശക്കാരനാ, പ്രശ്നമില്ല. മാറ്റിട്ട് തന്നത് പലിശക്കാരനാ, പ്രശ്നമില്ല. മൈക്ക് വാങ്ങി തന്നത് പലിശക്കാരനാ, പ്രശ്നമില്ല. അവിടം വരെ എത്തി. പലിശക്കെതിരിൽ തങ്ങൾക്ക് പടച്ച തമ്പുരാൻ കൊടുത്തിരിക്കുന്ന ഉത്തരവാദിത്ത നിർവഹണത്തിന്റെ ഭാഗമായി മഹല്ലുകൾക്ക് ഉദ്ബോധനം നടത്തുന്നതിന്റെ പേരിൽ പള്ളിയുടെ മിഹ്റാബിൽ നിന്നുകൊണ്ട് ഏതെങ്കിലും ഒരു പണ്ഡിതൻ ഖത്തീബ് അവിടെ പലിശക്കെതിരെ ശബ്ദം ഉയർത്തട്ടെ. പലിശ കഠിനമാണ്, പ്രശ്നമാണ്. അകിലുഹു വമുകിലുഹു വകാതിബുഹു വശാഹിദൈ. പലിശ കൊടുക്കുന്നവൻ, പലിശ വാങ്ങുന്നവൻ, പലിശയ്ക്ക് സാക്ഷി നിൽക്കുന്നവൻ, പലിശ കണക്ക് എഴുതുന്നവൻ, എല്ലാവരെയും അല്ലാഹു ശപിച്ചിരിക്കുന്നു. കുല്ലുഹും ഫിന്നാർ. എല്ലാവരും നരകത്തിലാ. ഈ ഹദീസൊക്കെ ഇങ്ങനെ പള്ളിയിൽ നിന്ന് ഇങ്ങനെ പറഞ്ഞാലോ. പലിശയ്ക്ക് 72 ബാബുകളുണ്ട്. അതിൽ ഏറ്റവും കുറഞ്ഞതെന്ന് പറയുന്നത് മിസ്ല അയ്യൻകിഹ ഉമ്മഹു, സ്വന്തം ഉമ്മയെ വ്യഭിചരിക്കുന്നത് പോലെയാ. ഈ ഹദീസ് ഒന്ന് മിമ്പറിൽ നിന്ന് പറഞ്ഞാലോ. ഞങ്ങളുടെയൊക്കെ അങ്ങനെയാക്കിയോ? ഉമ്മമാരെ വ്യഭിചരിക്കുന്നവരാക്കി മാറ്റുമോ? ഇത് ഹദീസാണ്. റസൂലുള്ളാഹി പറഞ്ഞ എന്താ? ഒരു മനുഷ്യന്റെ സമ്പത്തിൽ ഒരു രൂപ പലിശയിലൂടെ അയാളുടെ സമ്പത്തിൽ കിടന്നാൽ 36 തവണ വ്യഭിചാര ബന്ധത്തിൽ ഏർപ്പെട്ട വേശ്യപ്പെണ്ണിനെക്കാളും മോശക്കാരനാണ് 1 രൂപ പലിശയിലൂടെ സമ്പാദിച്ചവനെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഹദീസൊക്കെ ഇങ്ങനെ പള്ളിയിൽ പറഞ്ഞാൽ, മിഹ്റാബിൽ പറഞ്ഞാൽ, ഇമാം ഇങ്ങനെ ഖുത്ബയുടെ ഇടയിൽ പറഞ്ഞാൽ പ്രമാണിമാർക്ക് ഹാലടക്കം സംഭവിക്കും. മഹല്ലുകളിൽ കുഴപ്പങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാവും. പിന്നെ തൊട്ടടുത്ത ആഴ്ച ഉസ്താദ് വേറെ പള്ളി നോക്കിക്കോണം. കാണുന്നല്ലേ അല്ലേ? പള്ളിയിലെ ഉസ്താദിനെ പിരിച്ചുവിടാൻ കഴിഞ്ഞേക്കും, ഉസ്താദിനോട് യുദ്ധം നടത്താൻ കഴിഞ്ഞേക്കും. ഞങ്ങളുടെ ശമ്പളം വാങ്ങി ഞങ്ങളുടെ ചോറ് വാങ്ങി തിന്നിട്ട് ഞങ്ങൾക്കെതിരെ പറയുന്നു എന്നും ചിലപ്പോ ചോദിച്ചേക്കും. പക്ഷേ അള്ളാഹുവിന്റെ ശക്തമായ താക്കീതാണ് പലിശക്കാരെ. ഈ പലിശ ഹറാമാണ്, പലിശ തെറ്റാണ്. അതുകൊണ്ട് പലിശ നിങ്ങൾ നിർത്തണം. ഫഇല്ലം തഫഅലു ഫഅദനു ബിഅർബിൻ മിനല്ലാഹി വറസൂലിഹി. ഇത് നിർത്താൻ നിങ്ങൾ തയ്യാറല്ല എങ്കിൽ പള്ളിയിൽ ഉസ്താദിനോടല്ല നിങ്ങൾ യുദ്ധം ചെയ്യേണ്ടത്, അള്ളാഹുവിനോടും റസൂലിനോടും യുദ്ധം ചെയ്യാൻ തയ്യാറായി കൊള്ളുക. പടച്ചവൻ പറയുകയാ, അള്ളാഹുവിന്റെയും റസൂലിന്റെയും ശത്രുക്കളാണ് പലിശയുമായി ബന്ധപ്പെടുന്നവരെന്ന് വിശുദ്ധ ഖുർആൻ. ഈ പലിശയുമായി ബന്ധപ്പെടുന്നവർ അവരുടെ ദുആ സ്വീകരിക്കില്ല. അവരെ നിസ്കരിച്ചിട്ട് കാര്യമില്ല, നോമ്പ് പിടിച്ചിട്ട് കാര്യമില്ല. നമ്മളിങ്ങനെ പാവങ്ങളെ കെട്ടിക്കാൻ വേണ്ടിയിട്ട് ലക്ഷക്കണക്കിന് രൂപ വാങ്ങുന്നു, അതിനുവേണ്ടി ബക്കറ്റ് പിരിവ് നടത്തുന്നു. ഏതെങ്കിലും ഒരു സമൂഹത്തിൽ അങ്ങനെ ബക്കറ്റ് പിരിവ് നടത്തുമ്പോ 1 രൂപ ഒരു പലിശക്കാരൻ അതിൽ കൊണ്ടിട്ടാ മതി, എല്ലാം ബാത്തിലായി പോകും. അത്ര അപകടമാണത്. ഞാൻ പറയുന്നത് കടുത്തു എന്ന് നിങ്ങൾക്ക് തോന്നിപ്പോകരുത്. അത്രയും കടുത്ത അപകടമാണത്, അത്രയും വലിയ പ്രശ്നമാണത്. സമൂഹത്തിനൊന്നും വിഷയമല്ല. അതുപോലെ ലോട്ടറിയുമായി ബന്ധപ്പെടുന്നവർ, ലോട്ടറി ടിക്കറ്റ് എടുക്കൽ ഒരു പ്രശ്നമാണോ? ലോട്ടറി കച്ചവടം നടത്തൽ ഒരു പ്രശ്നമാണോ? ലോട്ടറി ഇപ്പൊ എന്താ ബിസ്മില്ലാ ലോട്ടറി, എന്താ മാഷാ അല്ലാഹ് ലോട്ടറി കാണുന്നില്ലേ നമ്മള്? കൃത്യമായി നിസ്കാരമുള്ളവർ പോലും സുജൂദിലോട്ട് പോകുമ്പോഴായിരിക്കും പോക്കറ്റിരിക്കുന്ന നോട്ടും കെട്ടും എല്ലാം പറന്ന് വീഴുന്നത്. അതോടൊപ്പം ഇങ്ങനെ ഓണം ബമ്പറിന്റെ ടിക്കറ്റും തെറിച്ചങ്ങ് വീഴും. സുജൂദിലായിരിക്കും ഒരൊറ്റ തപ്പാണ്, പടച്ചവനെ 2000-ന്റെ നോട്ട് പോയാലും പ്രശ്നമില്ല, ഓണം ബമ്പർ പോകരുത്. നിസ്കാരമുള്ളവർ പോലും
സുബഹി കഴിഞ്ഞ് ദുആ ചെയ്തിട്ട് ഇങ്ങനെ ചായക്കടയിലേക്ക് വന്നിട്ട് ഇങ്ങനെ പേപ്പർ ഓർന്ന് നോക്കുക, എനിക്ക് 10 രൂപയെങ്കിലും കിട്ടിയിട്ടുണ്ടോ? നിസ്കാരമുള്ളവർ പോലും അല്ലാഹുവിന്റെ റസൂൽ സാമ്പത്തിക വിശുദ്ധിയുടെ രംഗങ്ങൾ പരിചയപ്പെടുത്തുകയാണ്. ചൂതാട്ടമാ ലോട്ടറി എന്ന് പറയുന്നത് റസൂലുള്ള പറയുകയാ. മസലുൽ ലദീ യൽഅബു ബിന്നറുദി സുമ്മ യഖൂമു ഫയുസല്ലി. ചൂതാട്ടവുമായി ബന്ധപ്പെടുന്നവർ, ലോട്ടറിയുമായി ബന്ധപ്പെടുന്നവർ, എന്നിട്ട് അല്ലാഹുവിന്റെ പള്ളിയിലേക്ക് വന്ന് കൃത്യമായി നിസ്കരിക്കുന്നവർ, ചീട്ട് കളിച്ചിട്ട് പള്ളിയിലേക്ക് വന്ന് നിസ്കരിക്കുന്നവർ, പഞ്ചീസ് കളിച്ചിട്ട് പള്ളിയിലേക്ക് വന്ന് നിസ്കരിക്കുന്നവർ, വാതുവപ്പ് നടത്തിയിട്ട് പള്ളിയിലേക്ക് വന്ന് നിസ്കരിക്കുന്നവർ, ലോട്ടറി എടുത്തിട്ട് ലോട്ടറി കച്ചവടം നടത്തിയിട്ട് പള്ളിയിലേക്ക് വന്ന് നിസ്കരിക്കുന്നവർ, അങ്ങനെയുള്ളവരെ ഇസ്ലാമിക ലോകം കാണുന്നത് എങ്ങനെയാ? സഹാബാക്കൾ പറയുകയാണ്, ഞങ്ങൾക്കിടയിൽ ആരെങ്കിലും അതേ ചൂതാട്ടവുമായി ബന്ധപ്പെട്ടിട്ട് പള്ളിയിലേക്ക് വന്ന് നിസ്കരിക്കുവോ അവർക്ക് ഞങ്ങൾ കൊടുത്തിരുന്ന സ്ഥാനം മസലുൽ ലദീ യതവല്ലഹു ബിൽ ഖൈഹി വലഹ്മിൽ ഖിൻസീർ സുമ്മ യഖൂമു ഫയുസല്ലി. അവരെ ഞങ്ങൾ നോക്കിക്കണ്ടത് അവർക്ക് ഞങ്ങൾ കൊടുത്തിരുന്ന സ്ഥാനങ്ങള് എപ്രകാരം ലോകത്തെ ഏറ്റവും നിന്ദ്യവും നികൃഷ്ടവുമായ, ലോകത്തെ ഏറ്റവും വൃത്തികെട്ട ജീവിയായ പന്നിയുണ്ടല്ലോ, ആ പന്നിയുടെ ശരീരത്തിൽ വ്രണങ്ങൾ വന്നിട്ട് ആ പന്നിയുടെ ശരീരത്തിൽ നിന്ന് ആ വ്രണങ്ങളിലൂടെ അതിഭയങ്കരമായ ദുർഗന്ധത്തോടുകൂടി പുറത്തേക്ക് പൊട്ടിയൊലിക്കുന്ന ചലവും ചീഞ്ചലവുമില്ലേ? പന്നിയുടെ ശരീരത്തിൽ നിന്ന് ദുർഗളിക്കുന്നതായ പന്നിയുടെ ഛർദിയില്ലേ? ഇതെല്ലാം എടുത്തിട്ട് തന്റെ മുഖം കഴുകുന്ന ഒരു മനുഷ്യൻ നമ്മുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ, ഇതുകൊണ്ട് കൈ കഴുകുന്ന, ഇതുകൊണ്ട് തല തടുകുന്ന, ഇതുകൊണ്ട് കാല് കഴുകുന്ന, പന്നിയുടെ ചലവും ചീഞ്ചലവും രക്തവും പഴുപ്പും ഛർദിയും കൊണ്ട് വുളൂ ചെയ്യുന്ന ഒരു മനുഷ്യൻ അല്ലാഹുവിന്റെ പള്ളിയിലേക്ക് നിസ്കരിക്കാൻ വന്നാൽ അയാളിൽ നിന്ന് എത്രത്തോളം നമ്മൾ അകന്നു കഴിയുമോ അതുപോലെയാണ് ചൂതാട്ടവുമായി ബന്ധപ്പെട്ടിട്ട് അല്ലാഹുവിന്റെ പള്ളിയിലേക്ക് വന്ന് നിസ്കരിക്കുന്നവര് ഞങ്ങൾ നോക്കി കണ്ടിരുന്നതെന്ത്? അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട സഹാബത്ത് പറയുകയാ. ലോട്ടറി ഒക്കെ എടുത്തിട്ട് പള്ളി വന്ന് നിസ്കരിക്കുന്നത്. ലോട്ടറി എന്ന് പറയുമ്പോ രാവിലെ മലയാള മനോരമ വരുമ്പോ ചുരണ്ടാൻ വേണ്ടി കാത്തിരിക്കുക, ഒരു പട്ടുസാരി എങ്കിലും കിട്ടണം. മാതൃഭൂമി വരുമ്പോഴേ പല്ലി കേൾക്കുന്നതിന് മുമ്പേ വന്ന് ചുരണ്ടാനിരിക്കുക. ഗോൾഡ് കോയിൻ വല്ലതും അടിച്ചിട്ടുണ്ടോ സഹോദരിമാരെ? അതും ഒരു ചൂതാട്ടമാ, അതും ഒരു ചൂതാട്ടമാണ്. ഇതൊക്കെയും ബന്ധപ്പെട്ടിട്ട് നിസ്കാരത്തിനൊരു കുറവില്ല. പള്ളിയിൽ ഇങ്ങനെ വന്ന് കൈകെട്ടി, നിസ്കാരത്തിന് കൈകെട്ടി കഴിഞ്ഞപ്പോഴാ പോക്കറ്റിൽ ലോട്ടറി ഉണ്ടെന്ന് ഓർമ്മ വന്നു. ഫാനിന്റെ അടിയിലാ, ചിലപ്പോ പറന്നു പോകും. ഇരിക്കുന്ന കൈ പതുക്കെ ഇങ്ങനെ വരാൻ തുടങ്ങും. അല്ലാഹുവേ, അല്ലാഹുവേ, തൽക്കാലം എന്നെ ആരും കുറ്റം പറഞ്ഞാലും കുഴപ്പമില്ല, ഈ ലോട്ടറി പോകരുത്. ലോട്ടറി ടിക്കറ്റ്, ലോട്ടറിയുമായി ബന്ധപ്പെട്ടിട്ട് നിസ്കരിക്കുന്നവർ കേട്ടോളിൻ. സഹാബത്ത് പറയാ, അവർക്ക് ഞങ്ങൾ കൊടുത്ത സ്ഥാനം, അവർക്ക് ഞങ്ങൾ കൊടുത്ത സ്ഥാനം എത്രത്തോളം എന്നാൽ പന്നിയുടെ ശരീരത്തിൽ വരുന്ന ചലവും ചീഞ്ചലവും കൊണ്ട് ഒരാൾ ഒളു ചെയ്തു. നമ്മൾ കണ്ടു, അയാൾ അതുകൊണ്ടാണ് ഒളു ചെയ്യുന്നത്. അയാൾ പള്ളിയിലേക്ക് വന്നു, ആരെങ്കിലും അയാളുടെ അടുക്കലേക്ക് പോവോ? അയാളോടൊന്ന് മിണ്ടാനെങ്കിലും ആരെങ്കിലും പോവോ? അത്രയ്ക്ക് വലിയ തെറ്റാണ് സാമ്പത്തിക വിശുദ്ധിയില്ലായ്മ. സാമ്പത്തിക വിശുദ്ധിയില്ലായ്മ. പണത്തിന് വേണ്ടിയിട്ട് ഒരാൾ ചൂതാട്ടം കളിച്ചാൽ അവൻ പച്ച പന്നിയിറച്ചി തിന്നവനെ പോലെയാ, വേവിച്ചിട്ട് പോലുമല്ല, പച്ചക്ക് തിന്നവനെ പോലെയാ. എന്നാൽ സാമ്പത്തിക നാട്ടമൊന്നും ഇതുവരെ ഇല്ല. ലോട്ടറിയൊക്കെ കുറെ എടുത്തു, പക്ഷെ പൈസയൊന്നും ഇതിനൊന്നും അടിച്ചിട്ടില്ല. എന്നാലും കുഴപ്പമില്ല. അവൻ പന്നിക്കൊഴുപ്പ് കൊണ്ട് എണ്ണയുണ്ടാക്കി അത് ശരീരത്തിൽ പുരട്ടിയവനെ പോലെ. എന്തായാലും ഈ പണിന്ന് മാറി നിൽക്കണം, മാറി നിൽക്കണം. അപകടമാണ്, അപകടമാണ്. ലോട്ടറി, ചൂതാട്ടം, കൈക്കൂലി, കൈക്കൂലി. ഇന്ന് ചിലപ്പോ രക്ഷപ്പെടും രാഷ്ട്രീയ പിടിപാടുകൊണ്ട്.
MLA MP എല്ലാം എഴുതി തള്ളിയേക്കാം. പക്ഷേ അള്ളാഹുവിന്റെ ദർബാറിൽ കൈക്കൂലിക്കാർ വന്നു കഴിയുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, പടച്ചവൻ അവരെ പിടിച്ചു നിർത്തും. ശുദ്ധത്തി യസാറുഹു ഇലാ യമീനിഹി, അവന്റെ ഇടത് കൈ വലത് കൈയിലേക്ക് കൂട്ടിക്കെട്ടിയിട്ട് ഫുമ്മറുമിയ ഇലാ ജഹന്നം, നരകത്തിലേക്ക് വലിച്ചെറിയും പടച്ചവൻ. ഫലം യബ്ലുഗു ഖഅറഹാ 500 ആം, 500 വർഷം കഴിഞ്ഞാലും ആ കൈക്കൂലിക്കാരന്റെ നരകം, ആ നരകത്തിന്റെ വലിപ്പം തീരുന്നില്ല എന്ന് മുത്തളി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അഴിമതി, പണമൊക്കെ എന്റെ കയ്യിലല്ലേ, കുറച്ചെടുത്താലും കുഴപ്പമില്ല, അതിങ്ങനെ കണക്കിൽ എഴുതി ചേർത്തേക്കാം. ആരറിയാൻ 10 കോടിയുടെ കാര്യമല്ലേ, അതിൽ നിന്ന് 50 ലക്ഷം എടുത്ത് ആരറിയാൻ? ആരും അറിയില്ല. പക്ഷെ അള്ളാഹ് അറിയുന്നുണ്ട്. ഈ വഞ്ചിച്ചെടുത്ത സമ്പത്തുമായി നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ നിന്നെ ഹാജരാക്കും. ജനങ്ങളുടെ മുന്നിൽ വെച്ച് നിന്നെ ഇളിഭ്യനാക്കും, നിന്ദ്യനാക്കും. അതോടൊപ്പം നരകത്തിലേക്ക് വലിച്ചെറിയുമെന്ന് മുത്തളി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു. അപ്പോ നന്മകൾ നശിപ്പിക്കപ്പെടാതിരിക്കാൻ നമ്മുടെ ജീവിതത്തിൽ കൈവരിക്കേണ്ടുന്ന 3ാമത്തെ വിശുദ്ധി സാമ്പത്തിക വിശുദ്ധി. ഇതൊരു പഞ്ചകർമ്മ ചികിത്സയാണ്. 5 വിശുദ്ധികളാണ്. എന്താ പറയുന്നു ഉസ്താദ്? ഇനിയും പോവാല്ലോ സമയം? എന്റെ സമയം തീർന്നു അല്ലേ? ഞാൻ 1.5 മണിക്കൂറിൽ സംസാരിക്കാറുള്ളൂ. അതൊക്കെ സ്ഥിരം പാർട്ടികളാണ്. മഴയായതുകൊണ്ട് ആരും എന്തായാലും എണീറ്റ് പോവില്ല. അക്കാര്യത്തിലൊരു ധൈര്യമുണ്ട്. അല്ലാഹു തആല ദീനിന്റെ കാര്യങ്ങൾ നല്ല നിലയിൽ മനസ്സിലാക്കാനും അമൽ ചെയ്യാനും തൗഫീഖ് നൽകുമാറാകട്ടെ.